പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. ഇതൊന്നും നാടിന് ഗുണം പിടിക്കുന്നതല്ല, രാജ്യത്തിന് ഗുണം പിടിക്കുന്നതല്ല. അതുകൊണ്ട് സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നിലവാരമുള്ള മാധ്യമങ്ങൾ, ഉയർന്ന മാധ്യമരംഗത്തെ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ അകപ്പെട്ടു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഇത് മനസ്സിലായിട്ടില്ലേ? അതാ മനസ്സിലായത് വെച്ചു കൊടുക്കും. പ്രധാനമന്ത്രി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി അത് മറ്റൊരു പരിപാടി ഉപേക്ഷിച്ചു വന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അത്ര രക്ഷപ്പെടാനാണ് ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച ഒരു പുതിയ വിദ്യാഭ്യാസം. നിങ്ങൾ നോക്കൂ, അതെ പ്രതിപക്ഷ ഇമാതിരിയാ പറയുക. അതാ ഞാൻ പറയുന്നത്, നിലവാരം കുറഞ്ഞു പോയി. ഈ സംസ്ഥാനത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു. എന്തിനാ വരുന്നത്? നമ്മുടെ കൊച്ചിയിലുള്ള വലിയ 2 കമ്പനികൾക്ക് 3 പ്രോജക്റ്റാണ്, 4000 കോടിയാണ്. ആ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് പോയില്ലെങ്കിൽ നിങ്ങളെന്താ പറയുക? ഈ കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യം ഇല്ലായ്മ ചെയ്യാനുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്ന് നിങ്ങൾ പറയൂ. എന്ന് മാത്രമല്ല, പോകേണ്ടതായിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ആക്ഷേപം അതായിരിക്കും. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ദൗത്യമാണ് പോകേണ്ടത്. ചിലപ്പോൾ മറ്റ് ചില അസൗകര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ പോയിട്ടുണ്ടാകില്ല. ചിലപ്പോൾ ഇതൊരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വൻ പ്രോജക്റ്റ്, പണ്ട് കൊച്ചി കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി പ്രകടനം നയിച്ച്, ജാഥ നയിച്ച് നേടിയെടുത്ത സ്ഥാപനമാണത് ഇടതുപക്ഷം. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേരളം മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട്, അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. അങ്ങനെയാ കൊച്ചി സർവകലാശാല വന്നത്, അല്ല കൊച്ചി കപ്പൽ നിർമ്മാണശാല. ആ കൊച്ചി കപ്പൽ നിർമ്മാണശാലയും അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി സഹായം നൽകുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. അതിൽ പോകാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എൽ ഡി എഫ് കൺവീനർ പി ജയരാജനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്.